നമ്മളപ്പോൾ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂർ അന്നപൂർണയിലാണ്. ഒരു വെജ് റെസ്റ്റോറൻറ്റാണ്. നമുക്ക് നോക്കാം എങ്ങനെയുള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇത്രയും നാളെ നിങ്ങൾ ഫുഡ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാമോ ഈ കട എങ്ങനെ ഉണ്ടാവും? കട നല്ല കടയാണ്. ഇത്ര നല്ല കട ദോശ നല്ലതാ, ഇഡലി നല്ലതാ. പിന്നെ മസാല പനീർ മസാല റോസ്, മസാല സ്നീർ റോസ്, പൊടി റോസ്, ഷാഹിൻ റോസ്, ലമ റോസ്. ഇതിൽ നമുക്ക് ചട്നിയിൽ പിടിച്ച് ഇതിനായിട്ട് അടിപൊളി. നല്ല പൂ പോലെ തന്നെ സോഫ്റ്റ് സാധനം. അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ചത് അവിടുത്തെ സ്പെഷ്യൽ പൂരിയായിരുന്നു. പൂരി കറികളൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ പൂരിയിൽ ഒരുപാട് ഓയിലി അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കണം ഇനി പോകുമ്പോൾ. ചട്നി അടിപൊളിയായിരുന്നു. നല്ല തിക്കായിരുന്നു ചട്നി. തമിഴ്നാട് അറിയാലോ, തമിഴ്നാട് സ്പെഷ്യൽ ചട്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിക്കായിരിക്കും. അടിപൊളിയായിരുന്നു. അടുത്തതായി നമ്മൾ ഓർഡർ ചെയ്തത് മസാല ദോശയാണ്. അന്നപൂർണ സ്പെഷ്യൽ മസാല ദോശ. പറയാനില്ല, സൂപ്പർ സാധനം. കാരണം അതിൻ്റെ മസാലയുടെ ആ ഒരു ക്വാളിറ്റിയൊക്കെ മനോഹരമായിരുന്നു. കഴിക്കാൻ അടിപൊളിയായിരുന്നു. ഈ കാണുന്ന ഭീമാകാരനായ പൂരിയാണ് ചോലെ ബത്തൂര്. ഇത് ഒരു മാരക ഐറ്റമായിരുന്നു. നോർത്ത് ഇന്ത്യയിലും ഡൽഹി ഏരിയയിലൊക്കെ കൂടുതലായി കാണപ്പെടുമെങ്കിലും ഇത് അന്നപൂർണയിലുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. സാധനം വളരെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ കറിയുടെ ഒരു തിക്നെസ്സും അതിൻ്റെ മസാല കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അടിപൊളിയായിരുന്നു. കഴിക്കാൻ വളരെ നല്ലതായിരുന്നു. മസാല ലവേഴ്സായിട്ടുള്ള നമുക്ക് ഇത് അത്യാവശ്യം ഒരു സൂപ്പർ സാധനം തന്നെ ആയിരുന്നു. അന്നപൂർണയുടെ സ്വീറ്റ്സും വളരെ അടിപൊളിയാണ്. അപ്പം ഇനി പോകുന്നവർ അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മിൽക്കിൻ്റെ ക്വാളിറ്റി അടിപൊളി ആയതുകൊണ്ട് തന്നെ സ്വീറ്റ്സ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പം അതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. പിന്നെ ബില്ല് പറയാനാണെന്നുണ്ടെങ്കിൽ തന്നെ വലിയ കഴുത്തറപ്പൻ ബില്ലൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നമ്മൾ കഴിച്ചതിന് പറ്റിയ കറക്റ്റ് റേറ്റ്, അത്യാവശ്യം ഒരു നോർമൽ റേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, കോയമ്പത്തൂർ പോയാൽ അന്നപൂർണ.